ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഒരു ദിവസമില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ നല്ലൊരു മടുപ്പ് തോന്നിയിട്ടുള്ളൊരു ദിവസം എന്തെങ്കിലും പുറത്ത് പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മഴക്കാലത്ത് അതെന്തായാലും നടക്കാൻ പോയില്ല. പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കാനും കുട്ടികളുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പനിയും അതൊക്കെ ജലദോഷവും ഇതൊക്കെയുള്ള ഒരു സീസൺ പോലെയാണ്. അപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ പോയി കഴിക്കാനും നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹോം ഡെലിവറി ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ പിന്നെ കുട്ടികളുടെ റിക്വസ്റ്റ് ആയിരുന്നു ഷവർമയും ബർഗറും. എന്തെങ്കിലും പുറത്ത് പോയാലും നമ്മൾ കഴിക്കാൻ പോകുന്നത് അതായിരുന്നു. അപ്പോൾ പിന്നെ അത് വീട്ടിലേക്ക് തന്നെ ഡെലിവറി ആക്കിച്ചിട്ട് നമ്മളത് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് ഷവർമയാണ് വിളിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഷവർമയും ബർഗറും ഒന്നിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. ബർഗർ ഒരാൾക്ക് ഒരെണ്ണം മതിയാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 2 ബർഗർ മേടിക്കുക, അത് പിന്നെ ഞങ്ങൾ പീസാക്കിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന്. പിന്നെ ഞാൻ ബർഗർ മേടിച്ചിട്ടുള്ളത് നല്ല ഒരുപാട് വെജീസും പിന്നെ ഇതിൽ സിംഗർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പകുതി കഴിച്ചാലും അതിൻ്റെ പകുതി കഴിച്ചാലും നമുക്ക് എന്തായാലും വയറ് നിറഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ബർഗർ അങ്ങനെ 2 എണ്ണം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇതിനൊന്ന് കട്ടാക്കി എല്ലാവർക്കും ഒരുപോലെ ഷെയർ ആക്കുന്നതാണ്. നല്ല വെജീസും പിന്നെ സിംഗർ ചിക്കനും ആയിട്ടുള്ള ബർഗറായിരുന്നു. നല്ല ഫസ്റ്റ് ക്ലാസ്സാണ്. പിന്നെ ഇതിൽ മയണൈസ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഷവർമ എന്തായാലും ഷവർമ ഹെൽത്തി അല്ല, എന്നാലും അത് വായിക്ക് നല്ല നമുക്കൊരു രുചിയല്ലേ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതാ കുട്ടികൾക്കുള്ളതൊക്കെ ഞാൻ ഒന്നിച്ചിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ഇന്ന് എന്തെങ്കിലും റെസിപ്പീസൊന്നും ഷെയർ ആക്കുന്നില്ല. അപ്പോൾ പിന്നെ പോയി നമ്മൾ ട്രാവലിങ് എന്തായാലും അങ്ങനത്തെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വീട്ടിലും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഷവർമ ഒരാൾക്ക് ഞാൻ ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ പീസാക്കണം, ഇങ്ങനെ അതിൻ്റെ കവറൊക്കെ എടുക്കണം, ബട്ടർ പേപ്പറൊക്കെ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആദ്യത്തെ ഒരു ബൈറ്റ് ഞാൻ തന്നെ കൊടുത്തു. അങ്ങനെ അവർ 2 പേരും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും എൻ്റെ വലിയ മോളാണ്. പിന്നെ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളതില്ലേ, ഇത് കുക്കുംബറും ക്യാരറ്റാണ് കേട്ടോ. ഇതിൽ ചില്ലി വന്നിട്ടില്ല. ചില്ലി വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് അങ്ങോട്ടും അൺഹെൽത്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് വെജീസ് തന്നെ അധികം ഇട്ട് കൊടുത്താൽ മതിയെന്നു. ഞാനിതാ ബർഗറും ഷവർമയാണ് ഇന്നത്തെ ഇവിടുത്തെ അത്താഴം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പീസ് അല്ല, എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബർഗർ കഴിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുക്കുംബറൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വിനീഗർ കുക്കുംബറാണല്ലോ, അതിൻ്റെ കൂടെ കഴിക്കേണ്ട വേറെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് നോക്കാം. പിന്നെ അങ്ങനെ ഷവർമ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അങ്ങനെ ഇത് ഞാനും കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റായിട്ടോ. പിന്നെ നമുക്ക് മടിയുള്ള ദിവസമൊക്കെ ഇങ്ങനെ ഡെലിവറി ആക്കിയിട്ട് എപ്പോഴും കഴിക്കാറില്ല, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഒരു മാസത്തിലൊരു 3 മാസം ഒരു 4 മാസത്തിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഹോം ഡെലിവറി ആക്കിയിട്ട് തന്നെ കഴിക്കുന്നത് അധികം. അല്ലാതെ ഇങ്ങനെ പുറത്ത് പോയിട്ടൊന്നും കഴിക്കാറില്ല. അല്ലാതെ ഇത് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫുഡും അല്ല കേട്ടോ. ഞാൻ വീട്ടിലും ഇത് അധികം ഉണ്ടാക്കാറും ഇല്ല. ഇങ്ങനെ ബർഗർ ഉണ്ടാക്കും, വെജീസ് ആയിട്ടുള്ള ബർഗറൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നീറ്റാക്കുക, അത്രയേ ഉള്ളൂ. നല്ല വയറെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി എപ്പോഴും ഇങ്ങനെ ഹെവി ആയിട്ടുള്ള അത്താഴമൊക്കെ കഴിക്കാനും പാടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കുട്ടികളുടെ റിക്വസ്റ്റ് പോലെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ഇത് കഴിക്കാതെ ഇരിക്കാറുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാം. താങ്ക് യു. ടേക്ക് കെയർ.